സാറേ എന്താ ഇത്? എന്താ എന്താ പറ്റിയേ മോളെ? രാജു എന്താ ഇത്? ഹൃദയ താഴെ ഇറക്ക്. മോളെ എന്ത് പറ്റിയത് രാജു? സർ അത് റൂമില്. മോളെ ഹൃതികെ എന്താ നിനക്ക് പറ്റിയേ? എന്താണെന്ന് അറിയില്ല അച്ഛാ. ഞാൻ മുറിയിലേക്ക് കയറിയതും പെട്ടെന്ന് റൂമിൽ തീ പിടിച്ചു. എന്നിട്ട്? എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്താ മോനെ ഇത്? ഇതെങ്ങനെയാ നമ്മുടെ മുറുകിയത് തീ പിടിക്കുന്നേ? ഡബിളാരെ, നിങ്ങൾ അങ്ങനെ ആ മുറിയിൽ തീ പിടിക്കുന്ന എന്തെങ്കിലും സാധനം കൊണ്ടുവച്ചോ? അത് ഇല്ല, ഞങ്ങളൊന്നും കൊണ്ടുവച്ചില്ല. അയ്യോ, രാജുവിന് ദേഹത്തും പരിക്കുണ്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല സാർ. അങ്ങളെ ഞാൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടറെ ഒന്നും വിളിക്കണ്ട. രാജു, എനിക്ക് നിന്നോട് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്റെ മകളുടെ ജീവനാണ് നീ രക്ഷിച്ചത്. നന്ദി വാക്കുകളുകൊണ്ട് എനിക്ക് നിന്നോടുള്ള വികാരം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്താ വർമ്മ സാറേ, എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും മാഡത്തെ രക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ? രാജു, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല സാർ. അച്ഛാ, വേദനയൊന്നുമില്ലെന്ന് രാജു ചുമ്മാ പറയുന്നതാ. ചെറിയ പൊള്ളലുള്ള എനിക്ക് തന്നെ നല്ല പെയിനുണ്ട്. ഒന്ന് മാറിക്കേ. ആ ഡോക്ടർ, ഈ കുട്ടിക്കാണ് കൂടുതൽ പൊള്ളലേറ്റത്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. ഞാൻ നോക്കട്ടെ. ഡോക്ടർ, എന്നെക്കാളും കൂടുതൽ പൊള്ളലേറ്റത് രാജുവിനാ. ഡോക്ടർ ആദ്യം രാജുവിനെ ഒന്ന് നോക്ക്. ഞാൻ നോക്കാം. നല്ല റെസ്റ്റ് വേണം. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഓയിന്റ്മെന്റ് എഴുതി തരാം, അത് വാങ്ങണം. പ്രിസ്ക്രിപ്ഷൻ തന്നാ മതി, ഞങ്ങൾ വാങ്ങിച്ചോളാം. ശരി. ഋതിക നന്നായി പേടിച്ചു പോയല്ലേ? ടെൻഷൻ ആവണ്ട. നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കണം, സമാധാനായിട്ടിരിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ധൈര്യം കൈവിടരുത്. എന്തായാലും ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതുക.